പുഷ്പ എന്നാൽ ഫ്ലവർ അല്ല ഫയർ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഫയർ ചെയ്ത ഒരു ഫ്ലവറിനെ കുറിച്ച് പറയാം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ആർമി ഉപയോഗിച്ച ഒരു ബുള്ളറ്റ്. ആ ബുള്ളറ്റ് ഏൽക്കുന്നവർക്ക് വളരെ വലിയ പരിക്കുകൾ ഉണ്ടാകുന്നു എന്ന പരാതി ഉയർന്നു. ഈ ബുള്ളറ്റുകളാണ് ഡം ഡം ബുള്ളറ്റ്സ് എന്നറിയപ്പെടുന്ന എക്സ്പാൻഡിങ് ബുള്ളറ്റ്സ്. അയണിനേക്കാളും കട്ടി കുറഞ്ഞ ലെഡ് കൊണ്ട് നിർമ്മിച്ച ഈ ബുള്ളറ്റിന്റെ ടിപ്പ് ഭാഗം അല്ലെങ്കിൽ പോയിന്റ് പൊള്ളയാണ്. ഈ ഡിസൈൻ കാരണം ഇത് ഏതെങ്കിലും സർഫസിലോ അല്ലെങ്കിൽ ആരുടെങ്കിലും ദേഹത്തോ കൊള്ളുകയാണെങ്കിൽ പൂ വിരിയുന്നത് പോലെ ഈ ബുള്ളറ്റ് വിരിയുന്നു. ഒരു 9mm ഡംഡം ബുള്ളറ്റ് ഒരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഷനിലൂടെ 18 മുതൽ 20mm വരെ വ്യാസം കൈവരിക്കും. വലിപ്പത്തിലുണ്ടാകുന്ന ഈ വ്യത്യാസം വിക്ടിമിന്റെ ദേഹത്തുണ്ടാക്കുന്ന മുറിവിന്റെ ഇമ്പാക്റ്റ് വളരെയധികം കൂട്ടുന്നു. അസ്ഥികൾ വരെ ഒടിയാൻ ഇത് കാരണമാകും. ഈ ബുള്ളറ്റ് കൊള്ളുന്ന വ്യക്തി കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് കാരണം മരിക്കുകയോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള ആളായി മാറുകയോ ചെയ്യും. 1899 ഹേഗ് കൺവെൻഷനിൽ യുദ്ധത്തിൽ ഈ ബുള്ളറ്റിന്റെ ഉപയോഗം ബാൻ ചെയ്തു. പിന്നീട് ഈ ബുള്ളറ്റുകൾ വേട്ടക്കാർ ഉപയോഗിക്കുന്ന ബുള്ളറ്റായി മാറിയെങ്കിലും അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഇത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്.